പഠിച്ചു വച്ചാൽ ഇതൊക്കെ പ്രയോഗിക്കാം. അന്നു മുതൽ ഇന്നു വരെ പ്രയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളതല്ല. ആധുനിക ഗവേഷണങ്ങളിൽ കണ്ടെത്തുന്നത് അങ്ങനെ പ്രയോഗിക്കാനാവില്ല. പിശങ്കുരന്റെ കുറിപ്പില്ലാതെ പ്രയോഗിക്കാനാവില്ല. പിശങ്കുരന്റെ കുറിപ്പ് പിശങ്കുരന്റെ കയ്യിലും മരുന്ന് തരുന്നവന്റെ കയ്യിലും മേടിക്കുന്നവന്റെ കയ്യിലും ഉണ്ടായാൽ പോലും അപകടകരമാണ്. ഷെഡ്യൂൾ എച്ച് തുടങ്ങി അനേകം ഷെഡ്യൂളുകളിലാണ് മരുന്നുകൾ പെടുത്തിയിരിക്കുന്നത്. നിവൃത്തിയില്ലാതെ കഴിക്കേണ്ടി വരുന്നതാണ് പല മരുന്നുകൾ. വ്യവസായ കലനയുടെ ഭാഗവുമാണ്. മാത്രവുമല്ല, സ്വകാര്യ രംഗം ഇത് കൈയടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നതും കണ്ടറിയേണ്ടതാണ്. നല്ല സാമൂഹ്യ സ്വാധീനവും മറ്റു കാര്യങ്ങളുമില്ലാതെ ഒരു 50 കൊല്ലത്തിനപ്പുറം ഇന്ത്യൻ ആശുപത്രികളിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന കാര്യവും ആലോചിക്കേണ്ടതാണ്. പ്രവേശിക്കുന്നവൻ ബ്രെയിൻ ഡെത്തിന് വേഗം വിധേയനാകുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. ഇതൊക്കെ ദോഷൈക ദൃക്കുകളുടെ കണ്ടെത്തലാണ്, തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ശുഭൈക ദൃക്കുകൾ ഇതൊന്നും വിശ്വസിക്കരുത്. ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് വരുന്നവർ അല്ല, കോടികൾ മുടക്കി പഠിച്ചിട്ട് വരുന്നവർ, കോടികൾ ചെലവാക്കി നടത്തുന്ന സ്ഥാപനങ്ങൾ, അവിടേക്ക് ഉന്നത കുലജാതനും ധനവാനും എന്തും ചെയ്യുവാൻ ത്രാണിയും ഭരണരംഗങ്ങളിൽ സ്വാധീനവും എല്ലാമുള്ള ഒരാളാണ് ഞാനെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഒരാൾക്ക് കണ്ണ്, കിഡ്നി, ലിവർ ഒക്കെ ആവശ്യം വന്നാൽ എവിടെയാണ് ഒരാൾ മസ്തിഷ്ക മരണം സംഭവിക്കുക എന്ന് നോക്കിയിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായി എന്ന് വരില്ല. എൻ്റെ ധനം മസ്തിഷ്ക മരണങ്ങളെ എളുപ്പത്തിലാക്കാൻ ശ്രമിച്ചു പോയാൽ അതൊരു പാതകമായി നിങ്ങൾ കരുതരുത്. നിങ്ങൾ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമുള്ളതല്ല. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടിയും കഴിയുന്ന നിങ്ങൾക്ക് അത്യാവശ്യം കുട്ടികൾക്ക് പുറത്തൊരു ജോലിയോ നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു സൗകര്യമോ പിന്നെ നിങ്ങളുടെ ആളിൻ്റെ കണ്ണും കിഡ്നിയും ഒക്കെ മറ്റാളുകളിലൂടെ ജീവിക്കുന്നു എന്നുള്ള ഒരു ബോധമോ ഉണ്ടാക്കിത്തരാൻ എനിക്ക് വളരെ എളുപ്പം കഴിയും. പ്രയോജനമില്ലാത്ത
ആളിനു വേണ്ടി പണം ചെലവാക്കി കൂടുതൽ കഷ്ടതയിൽ എത്തുന്നതിനേക്കാൾ നിങ്ങളെ രക്ഷിക്കാൻ ഇതിനൊക്കെ കഴിയും. ഇത്തരമൊരു വ്യവസായ താല്പര്യത്തിന് വഴിമരുന്നിടും എന്ന് ദോഷൈക ദൃക്കുകൾ പറയും. നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പലരും. ശരിയല്ല. മറിച്ച് പറഞ്ഞാൽ കാരണം മന്ത്രിമാർ വരെ പോയി കാവലെ നിൽക്കുന്ന സ്ഥലത്ത് അപ്പോ നമ്മളതിനൊക്കെ എതിർക്കാൻ പാടുണ്ട്. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരേറ്റ് വിളിക്കില്ലെങ്കിലോ. അതുകൊണ്ട് ഈ സാധ്യത വരും കാലങ്ങളിൽ വളരെ വിപുലമാണ്. അപ്പോ മേമ്പൊടിക്കെങ്കിലും പഴയകാലത്ത് അപ്പനും അപ്പൂപ്പനും ഒക്കെ ഉപയോഗിച്ചത് ഒരു കുറിപ്പെഴുതി ഉത്തരയുന്നില്ല, ആ കുക്കയിലൊന്ന് നോക്കിയിട്ടാൽ പണ്ടാണെങ്കിൽ വളയും ഉത്തരവൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ പടിക്ക് പരയുണ്ട്, മനസ്സിലായില്ല, അതിൻ്റെ മോളി വെക്കും. കഥകിൻ്റെ പടിപ്പുരാന്ന് പറയും. അപ്പം അതൊന്നുമില്ല. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് തിരികെ വെച്ചാൽ അത്യാവശ്യം വരുമ്പോൾ എടുത്ത് ഒരു മരുന്ന് പ്രയോഗിച്ചു നോക്കാം. ഫലവത്താണെന്ന് കണ്ടാൽ മക്കളെ വിളിച്ച് സൗമ്യമായി പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ അപ്പനപ്പൂപ്പന്മാരുടെ കയ്യിൽ ഇങ്ങനെ ചിലതുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ സമയങ്ങളിൽ ഇതൊന്ന് പ്രയോഗിച്ചു. ശാസ്ത്രം നിങ്ങളെ ഒരിക്കലും ഇതിന് അനുവദിക്കില്ല. കാരണം ഇനി ഒന്നുമില്ല, മരണം നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിദ്യാഭ്യാസമുള്ള മക്കൾ എന്നാലിനി വേറെ വല്ലതും കൊടുക്കണ്ട എന്നായിരിക്കും ശാസ്ത്രം നിങ്ങളോട് വിടുന്നത്. തർക്കമില്ല. അതാണ് നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ ഗർവ്വതാണ്. എനിക്കിനി ഇതിന്മേൽ ചെയ്യാൻ ഒന്നുമില്ലെങ്കിലും വേറെ ആരെ കൊണ്ടും ഒന്നും ചെയ്യിക്കരുത്. ശാസ്ത്രം പഠിച്ചവൻ എപ്പോഴും ഈ ഒരു നിശ്ചയം, അതൊരു വല്ലാത്ത നിശ്ചയമല്ലേ, അതൊരു അഭിമാനല്ലേ. ഞാൻ നോക്കിയതാണ്, അത് അവസാന വാക്കാണ്. എൻ്റെ അറിവുള്ളവരാരാണ് ഈ ലോകത്തുള്ളത്? എന്നെ കണ്ടാൽ അറിയില്ലേ, ലോകത്ത് ഏറ്റവും അറിവുള്ളവൻ ഞാൻ. ഇനിയൊരാളും ഇല്ല, ഇനിയൊരാൾ ഉണ്ടാകാനും പോകുന്നില്ല. ഇതാണ് ശാസ്ത്രം പഠിച്ചവന്റെ ഗർവ്. നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഗർവ് അതിനനുസരിച്ചൊക്കെ ഉണ്ട്. ഞാനല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ വേറൊരാളോട് പോയി ചോദിച്ച? അങ്ങനെ ചോദിക്കാവോ? എന്നെ അവിശ്വസിച്ചു, ശരിയാവില്ല. എനിക്ക് ഈ ഗർവാണ് ആധുനിക ശാസ്ത്രം ആധുനികന് നൽകുന്നത്. അതിലുള്ള വിശ്വാസമാണ് അന്ധമായി വളർത്തുന്നത്. അതുകൊണ്ട് കുറിച്ചു വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കിയില്ലെങ്കിലും ഇതൊക്കെ കേട്ടിട്ടല്ലേ പോകുന്നത്. ശബ്ദം മാംസമായാൽ നിങ്ങളുടെ ജനിതകങ്ങളിൽ ഈ ശബ്ദം പൂത്ത് കായ്ച്ച് നാളെ പിള്ളേരായാൽ അവരെ കുറിപ്പെടുത്ത് നോക്കിയെന്ന്